ആന്റി ആന്റി ഒന്ന് നിന്നേ. ആ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ അങ്കിളില്ലേ? അങ്കിളല്ലേ ചേട്ടൻ. ആ ചേട്ടനെ ആന്റി ഭയങ്കര ഇഷ്ടാട്ടോ, സീരിയസ് ആയിട്ടും. ഒരു പാവം ചേട്ടനാ അത്. ശരി ആന്റി. ഇത് ക്യാപിറ്റൽ എ ആണ്, ഏഞ്ചൽസ് ഓഫ് ഗോഡ്. ഓക്കെ. തനിക്ക് വൈകിട്ട് എന്താ പരിപാടി? എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഓക്കെ. അമ്മച്ചി ഒന്ന് അനുഗ്രഹിച്ച്. ഇറങ്ങി പോടോ. അയ്യോ അല്ലേ, വേണ്ട, അനുഗ്രഹിച്ചിട്ടില്ല, വേണ്ട. ഇവര് തന്നെ പറ്റിയത്. ശരി, താങ്ക് യു, താങ്ക് യു. കഴിക്ക്. ഇവൾ നോൺ കഴിക്കില്ലേ? എനിക്കല്പം കൊളസ്ട്രോൾ ഉണ്ടേ, അതുകൊണ്ട് അത് കുറയ്ക്കാൻ നിർത്തി വെച്ചേക്കുവാ. വല്ല അറ്റാക്ക് വന്ന് പണി പാളിയാലോ. സത്യം പറഞ്ഞാ മരിക്കാൻ പേടിയാണെന്നേ. ആകെ ഭൂമിയിൽ കുറച്ച് മണിക്കൂറേ ഉള്ളൂ. ഇഷ്ടമുള്ളതൊക്കെ തിന്നും ഇഷ്ടമുള്ളതൊക്കെ ചെയ്തും ആസ്വദിച്ച് ജീവിക്കണം. എടോ, ഞാനേ ഒരു ജാട അഹങ്കാരിയാണോ? അല്ല അല്ല അല്ല, ആര് പറഞ്ഞു? എനിക്കറിയാം എന്നെ ആർക്കും ഇഷ്ടമില്ല. എന്താന്നറിയില്ല, പണ്ട് മുതലേ ഞാൻ ഇങ്ങനെയാ. പക്ഷെ എന്റെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം. തനിക്ക് എന്താ എന്നെ ഇഷ്ടം? അത് പിന്നെ ഒന്നുമില്ല. ഇയാളെ കാണാൻ നല്ല രസമാണ്. എന്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടി. അങ്ങനെ ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എനിക്കിച്ചിരി പ്രായമുണ്ട്, ഇയാൾക്കും പ്രായമുണ്ടല്ലോ. അല്ല, പ്രായം. നമ്മൾ രണ്ടുപേരും അത്ര ചെറുപ്പക്കാരല്ലല്ലോ. അത് തന്നെ ഒരു മാച്ചിങ് അല്ലേ? ഈ കാണാൻ രസമുള്ള എല്ലാവരോടും ഇഷ്ടം തോന്നാറുണ്ടോ? അല്ല, അങ്ങനെയല്ല. പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്, പിന്നെ കോളേജിൽ വെച്ചു. പക്ഷെ നമുക്ക് മാത്രം അങ്ങോട്ട് രസം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അവർക്കും തോന്നണ്ടേ നമ്മളെ കാണുമ്പോൾ ഒരു രസം. അതാർക്കും തോന്നിയിട്ടില്ല. ഇത് വർക്കാവുന്ന ആരാ പറഞ്ഞേ? അത് നമ്മുടെ ഓഫീസിലുള്ള പിള്ളേർ പറഞ്ഞു. ഇയാൾക്ക് പ്രത്യേകിച്ച് ആരും ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്നെ കാണാനും വലിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാനങ്ങ് കയറി പ്രപ്പോസ് ചെയ്താൽ അതങ്ങ് വർക്കൗട്ട് ആവുന്ന അവർ പറഞ്ഞു. ഞാനതങ്ങ് വിശ്വസിച്ചു. പക്ഷെ വർക്കാവില്ല, പണി പാളി. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്? അതൊന്നുമില്ല, വെറുതെ ഒരു രസം. രസം. പിന്നെ ഞാൻ തനിക്കെന്ന് തന്ന കാർഡില്ലേ, അത് കളഞ്ഞിട്ടില്ലെങ്കിലേ ഒന്ന് വായിച്ചു നോക്കണേ. എന്റെ കുറച്ച് ക്രിയേറ്റീവ് ഡയലോഗ്സ് അതിലുണ്ട്, ഇഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ തന്നോട് പ്രേമം തോന്നിയിട്ട് വിളിച്ചൊന്നുമല്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. മതി, അത് മതി. ബാക്കി ഞാൻ സെറ്റാക്കിക്കോളാം. കഴിക്ക്. മേഡത്തിന് ഞങ്ങൾ മണമ്പറക്കാട്ട് ഇവന്റ്സ് എന്താണ് ചെയ്തു തരേണ്ടത്? എൻഗേജ്മെന്റ്, വെഡിങ്, ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, ബർത്ത്ഡേ ഓർ ഹൗസ് വാമിംഗ്, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു ക്രിസ്ത്യൻ ഫ്യൂണറലിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓ, ഫ്യൂണറൽ ആണല്ലേ? ഈ ഫ്യൂണറൽ തന്നെ ഞങ്ങൾക്ക് പല പാക്കേജ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ശവപ്പെട്ടി. ഈ ശവപ്പെട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ശവപ്പെട്ടി ഒരു ടൈപ്പേ ഉള്ളൂ, തടി മാറുമ്പോ വില കൂടും. ഇനി കൊത്തുപണി എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വ്യത്യാസം വരും. പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. നോക്കിക്കോ, കുറച്ച് കോസ്റ്റ് കൂടും. പിന്നെ ഈ ഫ്യൂണറലൊക്കെ ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. മാഡം, പിന്നെ ഈ ഫുഡിന്റെ കാര്യം ഞങ്ങള് കസ്റ്റമർ പറയുന്ന പോലെയാ. പിന്നെ ബാൻഡ് സെറ്റ്, മ്യൂസിക്, ഫോട്ടോഗ്രാഫി, അങ്ങനെ പലതും. ഫോട്ടോഗ്രാഫി നല്ലൊരാളെ വെക്കണം. തീർച്ചയായിട്ടും. ബോഡിയുടെ കോസ്റ്റ്യൂം മാത്രം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറില്ല. എന്നാലും ഒരു കാര്യം ഷുവർ,
മരണത്തിന് വരുന്ന ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്താറില്ല. അത് മണമ്പ്രക്കാട്ടുകാരുടെ ഒരു ഉറപ്പാ. പിന്നെ ഈ ചടങ്ങിന് കുറച്ച് മോടി കൂട്ടാൻ വേണമെങ്കിൽ നമുക്കൊരു സെലിബ്രിറ്റി കൂടെ വെക്കാം. പക്ഷേ കോസ്റ്റ് ഒരു അല്പം കൂടും. സെലിബ്രിറ്റി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ കുറച്ച് കളറായിരിക്കും അല്ലേ? പിന്നെ ഒരു അന്തസ്സല്ലേ, നാട്ടുകാരൊക്കെ പറയല്ലേ. എന്നാ ഒരു സെലിബ്രിറ്റി ആകാം. പിന്നെ മരണമല്ലേ, വേണമെങ്കിൽ ഈ സെലിബ്രിറ്റിയെ കൊണ്ടൊന്ന് കരയിക്കാം. കരയണ്ട, ഒന്ന് വിതുമ്പിയാ മതി. മതി, ഇത് മതി. എപ്പോഴാ ചടങ്ങ്? നാളെയാണോ അതോ മറ്റന്നാളാണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. അല്ല, പിന്നെ എന്ന് പറഞ്ഞാ എപ്പോ? ഒരു 3 മാസത്തിനുള്ളിൽ. ഡേറ്റ് കൃത്യമായി പറയാൻ പറ്റില്ല. ആള് മരിച്ചിട്ടില്ല.